പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാട്ടവരാത പടം എന്ന് പറഞ്ഞാൽ കാട്ടവരാത പടം. ഇതുപോലൊരു മലം കണ്ട് ഇടക്കാലത്ത് ഇറങ്ങിയിട്ടില്ല. നമുക്കൊരു ആവറേജ് പടം. ഫസ്റ്റ് ഹാഫൊക്കെ അയ്യോ ഉറങ്ങുമായിരുന്നു. എല്ലാരും കിടന്ന് ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതെ, തമിഴ് ഫിലിം ഇൻഡസ്ട്രീസ് ആൻസർ ടു ബാഹുബലി ആൻഡ് KGF. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇത് എവിടെയാണ് നന്നായിട്ടുള്ളത് ഇന്നലെ പാളിയത് പറയാൻ പറ്റുള്ളൂ. എന്റെ കാര്യം പോക്ക. മ്യൂസിക് കൊള്ളൂല, VFX കൊള്ളൂല, 3D കൊള്ളൂല, പടത്തിന്റെ മേക്കിംഗ് കൊള്ളൂല, കഥ കൊള്ളൂല. പദം പടം ആറും പറ്റുന്ന വാക്കുകൾ പറയാതെ എങ്ങനെ പറയാതിരിക്കും? നിന്റെ സമീപം ഏകദേശം ശരിയായി വരുന്നുണ്ട്. സത്യം പറഞ്ഞ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ റെഡിങ് സിറ്റിൽ എന്റെ വണ്ടി മോന്ത പിടിച്ചു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. എന്ത് വെറുപ്പീരായിരുന്നു അത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ മേഖല, ഇതിന്റെ സ്ക്രിപ്റ്റ് പൊന്നോ, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ സിരുത്തെ ശിവയ്ക്ക് എന്താണ് ഇദ്ദേഹത്തിന്റെ കുഴപ്പം എന്ന് മനസ്സിലാവുന്നില്ല. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. Any creator, any director in Indian film industry വായ പൊളന്ന് പാക്ക പോറാങ്ക. മൂസാക്കാന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. എന്റെ മൂസാക്ക, നിങ്ങൾ ഇങ്ങനെ ബൈക്കിടിച്ചും പാമ്പടിയേറ്റും ഫയർഫോഴ്സിന്റെ കയ്യിൽ കുടുങ്ങിയും ജീവിതം വെറുതെ പാഴാക്കല്ലേ. Home.